ഹലോ, നമുക്ക് ഈ മഴക്കാലത്ത് നല്ല ചൂടുള്ള ഉഴുന്നുവട കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞാനത് നല്ല നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉഴുന്നുവട ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തലേന്ന് ഉഴുന്നുദോശയായിരുന്നു, രാവിലെ ഉഴുന്നുദോശയായിരുന്നു. അപ്പോൾ അതിന് മാറ്റി വെച്ച കുറച്ച് ഉഴുന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്നുവട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ മഴയും കൂടി ആയപ്പോൾ വിചാരിച്ചു അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന്. അങ്ങനെ ഞാനത് ഉഴുന്നുവടയൊക്കെ പ്രിപ്പയർ ചെയ്തു. ഉഴുന്നുവട കോരിയിടുന്നു എന്നല്ലാതെ അതൊന്നും പോലും കിട്ടണില്ല. കാരണം മക്കൾ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഇങ്ങനെ കോരിയിടും, കാണുന്നില്ല. നോക്കുമ്പോൾ ദേ ഇവിടെ ഇരുത്തി ഓരോന്നോരോന്നായി എടുത്ത് തിന്നുക, എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് സൂപ്പർ പറയുക. ഇതൊക്കെ അവളുടെ പരിപാടി. അപ്പോൾ ഞാനങ്ങനെ ഉഴുന്നുവടയൊക്കെ എല്ലാം ഉണ്ടാക്കി പ്ലേറ്റിലാക്കി വെച്ചു. കാരണം ഇക്ക വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനാണ് എല്ലാവരും. എനിക്ക് പൊതുവെ ഇക്കാരെ കൂടി ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉഴുന്നുവടയൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഹാപ്പിയായി.